ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊരു മൂഡില്ലായിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണ്ണീച്ചപ്പോഴത്തേക്ക് 2 മണിയായപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതേ സമയം കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ബോറടിക്കുന്നു ഇട്ട വീഡിയോ തന്നെ പിന്നെ ഇടല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക ഗൈസ്. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതെ വിചാരിച്ചു. വാട്ടായിട്ടിനേടെ ഒന്ന് എല്ലാവർക്കും ഒരു മോചനം. അപ്പം നാളെ ഇൻഷാല്ലാ ഞാൻ തിരിച്ച് പോകുന്ന ദിവസമാണ് തൊടുപുഴയ്ക്ക്. അപ്പം ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, അതിൻ്റെ പ്രിപ്പറേഷൻസും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തത് നമുക്ക് ഈ പൂട പോലെ ഇരിക്കുന്ന മുടി ചീവി സെറ്റാക്കണം. ഓക്കെ, ബൈ ഗൈസ്. എൻ്റെ 5-6 മുടികൾ ഞാൻ ചീവിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടു ഗൈസ്, ഞാൻ മുടിയൊക്കെ ചീവി സുന്ദരിമണിയായിട്ടുണ്ട്. ഗൈസ്, ഞാൻ നേരത്തെ സമയം കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വിശന്ന എൻ്റെ അണ്ടകാരം വിളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വാപ്പിച്ചി വന്നിട്ടുള്ളൂ. വാപ്പിച്ചി വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്നും അങ്ങനെയായിരിക്കും ഗൈസ്. പാപ്പ കുറച്ച് നേരത്തെ വന്നൂടെ ഗൈസ്. ഡാഡിജി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഓക്കെ കുറച്ചുകൂടെ കറി ഇന്നെന്താ പബ്ലിക് മേദിനം. മേദിനത്തിന് അവധിയാ. ശരിയാ. ഇല്ല, എനിക്കറിയാം അവധിയാ. ഞാൻ മറന്നു പോയത് ഡേറ്റ്. അതാ മറന്നതല്ല ഗൈസ്, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ വാപ്പാടെ മുന്നിൽ നമുക്കത് പറയാൻ പറ്റുമോ? ഇല്ല ഗൈസ്. ഞാൻ തിന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ള പണി ഇതാണ്. ഇവിടെ ഇങ്ങനെ കിടക്കുക, വേറൊരു പണി എനിക്കില്ല. ആ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് മടിയാകുന്നത് ഇതാണ്. കാരണം എൻ്റെ ദിവസത്തെ പ്രത്യേകിച്ച് ഒന്നും നടക്കാറില്ല ഗൈസ്. തിന്നുക കിടക്കുക. ഗൈസ്, ഞാൻ പോയിട്ടൊരു ബ്രെഡ് എടുത്തിട്ട് വന്ന് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡ് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഗൈസ്. എനിക്ക് മറ്റേ ക്വാറൻറ്റൈൻ ടൈമിൽ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനൊരു ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇരുന്നിരുന്ന് ഓരോ ചിന്തകളൊക്കെ വന്നിട്ട് ആകെ ഒരു ഡെസ്പ് അവസ്ഥയിലോട്ട് പോകും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വീട്ടിലുള്ളത് കാരണം ഇപ്പം എനിക്കൊന്ന് നിയർലി 2 months ആയി തോന്നുന്നു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇപ്പം അതിൻ്റെ ആ ഒരു മേൽക്കൂര ഇങ്ങനെ പൊളിഞ്ഞെൻ്റെ ഇത് ആയിക്കോട്ടിരിക്കുക. കാരണം വീട്ടിൽ തന്നെ ഇരിക്കാൻ നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം മൈൻഡ് ഡൈവേർട്ടായി പോകാൻ വേണ്ടി ഒരു പണിയില്ലാത്ത കാരണം എനിക്ക് ഓരോ ചിന്തകളാണ് ഗൈസ്. ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്കിങ്ങനെ കുറേ സമയം ഒന്നുമില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഉടനെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ മനസ്സിലായോ? അപ്പം അതാണ് ആർക്കൊക്കെയാണ് ഇതുപോലത്തെ അവസ്ഥയുള്ളതെന്ന് എന്നോട് പറയാം. സുന്ദരി മോള് കപ്പിൾസ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കുറച്ച് സെൽഫ് കെയർ ചെയ്യാൻ തീരുമാനിച്ച്. അതുകൊണ്ട് കുളിച്ചിറങ്ങി. കുളിച്ചപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ല എല്ലാവരും അവരെ ഹാപ്പി ആയിട്ടുള്ള സൈഡും പിന്നെ ഭയങ്കര എല്ലാം ഒരു സൈഡായിരിക്കും കാണിക്കുക. അപ്പം ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊരു മൂഡില്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇന്ന് വീഡിയോ ഇടണ്ട, കാരണം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോസും എനർജി ആയിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ മതി. അപ്പം ഇന്ന് എനിക്ക് ഒരു മൂഡില്ല. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെ വേണ്ട, എൻ്റെ ചാനലിൽ എൻ്റെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാ മൂഡുകളും പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് കുറച്ച് ഇതായിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന്. അപ്പം നമുക്ക് സെൽഫ് കെയർ ചെയ്യാം ഗൈസ്. എന്നോട് എൻ്റെ ഫേസ് വാഷ് ചെയ്താന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. എനിക്ക് അതിനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ല കേട്ടോ. മോർണിംഗ് ഉണ്ടായിരുന്നു, റൂട്ടീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോളേജിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് അതൊന്നും ഇല്ല. അതൊക്കെ ഇടയ്ക്കെന്നൊക്കെ വെച്ച് മിസ്സായി പോയതിന് കാരണം ഞാൻ പിന്നെ അങ്ങനെ അതൊന്നും യൂസ് ചെയ്യത്തില്ലാണ്ടായിപ്പോയി. പിന്നെ രാവിലെ ഞാൻ എണ്ണീച്ച് ഇതിട്ട് മുഖം കഴുകും. ഇതൊരു ഫോമിങ് ഫേസ് വാഷ് പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ
എന്തായാലും പറയാം, ഷേവ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഞാനത് ഫുള്ള് മുഖത്താക്കി ഇതാക്കി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷേവ് ചെയ്യുമ്പം ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ട് ഷേവ് ചെയ്യാമെന്ന് ഓർത്ത്. എന്താ, എനിക്ക് ഞാൻ ഭയങ്കര പേടിത്തൂറിയാട്ടോ ഗൈസ്, സത്യം പറയാലോ. ഭയങ്കര പേടിത്തൂറിയാണ്. ജീവിക്കാൻ പേടിയെന്ന് അറിയില്ലേ, അതുപോലത്തെ ഒരു മനുഷ്യത്തെയാണ്. എന്താ, പുതിയ കാര്യങ്ങൾ ശ്രമിക്കുക ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ഭയങ്കര വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ്. കാരണം ഇപ്പം ദിവസവും പോകുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു അടുത്ത ദിവസം അതേ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് എന്നെ വാപ്പിച്ചാണ് സ്കൂളിൽ കൊണ്ട് വിടുന്നത്. അപ്പോൾ സ്കൂളിൽ കൊണ്ട് വിടുമ്പോൾ ദിവസം പോകുന്നത്, ഞാൻ KG തൊട്ട് 11th വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ എന്താണ്, അതേ സ്കൂളിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ആ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് റെഡിയാവും. എനിക്ക് പിന്നെ നിങ്ങൾ എന്നെ എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കാണുന്ന പോലെയുള്ള എനിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഫസ്റ്റ് കണ്ടു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കാം, അങ്ങനെയൊക്കെ ഒരു നാണുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം അത് അവോയ്ഡ് ചെയ്യും. അപ്പം ചെറുപ്പത്തിൽ എന്താ, ഇതൊരു കുറവായിട്ടായിരുന്നു ഞാൻ കണക്കിലെടുത്തിരുന്നത്. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞാൻ പറയും, ഞാൻ ഇനിയും പറയും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഷൈ ആയിരിക്കുന്ന പിള്ളേർ ഒട്ടും സ്മാർട്ടല്ല. കാരണം എനിക്ക് നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെ ഒരു ഇതാണ്, സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു അതുപോലെ ഇരിക്കണമെന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് ഇനി ആരും എന്നെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു പ്രായത്തിൽ ആരും കണ്ടില്ലെന്ന് പറയരുത്. ദേ ഇരിക്കുന്നു, കണ്ടോ? എല്ലാവരും അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലോട്ടാണ് പിള്ളേരെ പുഷ് ചെയ്യുന്നത്. അത് ഒരു പരിധിക്കപ്പുറം വരെ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്ക് എവിടെയും പോവില്ല. ഇപ്പോഴും എൻ്റെ കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒരുങ്ങിപ്പോയി അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക എന്നല്ലാണ്ട് ഞാനായിട്ട് അതിലോട്ടൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസും ഇല്ല. പിന്നെ എന്താ, അതിപ്പോൾ ഒരു കുറവല്ല. ഞാനിപ്പോൾ അതൊന്നൊരു കുറവായിട്ടല്ല കേട്ടോ കരുതുന്നത്. ആരും അതൊരു കുറവായിട്ട് കരുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ വ്യക്തിയും ഒന്നിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. വേറെ ഒന്നും നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും ഫുഡുമായിട്ട് കണക്ട് ചെയ്യാനേ പാടില്ല കേട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടിയായിരുന്നു. എന്താ, കുറച്ച് ഓവർ വെയ്റ്റ് ആയിരുന്നു. ഇത് ഭയങ്കര പണ്ടാട്ടോ, എന്ന് വെച്ചാൽ വളരെ ചെറുപ്പമാണ്. ഒരു 6th grade 5th grade ആ ഒരു ടൈമിൽ ഭയങ്കര ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ലൈഫ്. എനിക്കറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി. വീട്ടുകാരും വളരെ സപ്പോർട്ടായി. കാരണം അവരുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കത്തില്ലാത്തൊരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫുഡ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഗൈസ്, ഞാൻ ഇത് പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഗൈസ്, ഞാനപ്പോൾ മുഖമൊക്കെ കഴുകി കുറച്ചധികം ഫ്രഷ് ആയിട്ടുണ്ട് ഫേസ് കാണാൻ അല്ലേ. ഷേവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം അതാ, നമ്മളുടെ ഫേസ് കുറച്ച് ബ്രൈറ്റൺ ആവും. അല്ലാതെ കുറേ രോമം വളരും എന്നുള്ളത് വെറും കള്ളത്തരാണ്. ആരും അത് ഓർത്തിരിക്കല്ലേ. ഇപ്പോൾ മേക്കപ്പും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് എഫക്റ്റഡ് ആവുക ആ ഹെയർ അങ്ങ് റിമൂവ്ഡായി പോകുമ്പോഴാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ടാന് നോർമലിക്കാൾ ഒരു ഇച്ചിരി കൂടി സ്വല്പം കൂടെ കൂടുതലായിരിക്കും. ബിക്കോസ് ആ ഹെയർ നമ്മുടെ ഫേസിലുള്ളത് നമ്മുടെ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി എല്ലാവരും പറഞ്ഞു തരാം ആ ഹെയർ റിമൂവ് ചെയ്യുന്ന. ബിക്കോസ് അതാകുമ്പോഴത്തേക്ക് അതിലോട്ട് നല്ലപോലെ എഫക്റ്റ് ആവും. അങ്ങനെയാണ്. അപ്പം ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഫുഡിൻ്റെ കാര്യം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടുകാർ ഞാൻ ഫുഡ് കഴിക്കണ കണ്ടപ്പോഴത്തേക്കും അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ലാക്ക് ഓഫ് നമുക്ക് ആ സമയത്ത് ഇതെന്താ ഫുഡ് ഓവറായിട്ട് കൺസ്യൂം ചെയ്യുക, അതിപ്പോൾ ഇത്ര ചെറിയ ഏജിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ആലോചിക്കുക. അവർക്ക് അതിനുള്ള ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അതിനുള്ള വിവരം ആ ടൈമിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലില്ല. ഇപ്പം നമുക്ക് ഓരോത്തിനും ഓരോ മെൻ്റൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും വിഷമങ്ങളാണെങ്കിലും ഓരോ നല്ല കാര്യങ്ങളാണെങ്കിലും നമുക്ക് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്കത് അറിയാനുള്ളത്. പക്ഷെ ഉമ്മാക്കും അപ്പോൾ അത് അറിയാനുള്ള ഇതില്ല. ഈ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയനെ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ ഫുഡ് കഴിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കണേന്നുള്ളത് കാണിക്കാറില്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് എൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ആ ഫുഡ് ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കും. നമ്മളെപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഇനി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അതിൽ എന്തും ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും.
ആലോചിക്കല്ലേ. പിന്നെ കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മുഖം കഴുകി ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയ പോലെ അല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പോറുകളും അതും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ പാടെ കാണാം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു യെല്ലോ ലൈറ്റിന് താഴെ വന്ന്, അല്ലെങ്കിൽ എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും അവരെ ഏറ്റവും ബെസ്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ റിംഗ് ലൈറ്റോ ഒക്കെ വെച്ചിട്ട് ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്ന് എന്ത് സൂപ്പർ. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെ അപ്പോൾ എന്ത് സൂപ്പർ, എന്ത് അടിപൊളിയായിട്ട് ഓരോ സ്കിൻ ഇരിക്കണേന്നൊക്കെ ഞാൻ ആലോചിക്കലുണ്ട്. പക്ഷെ അങ്ങനെ ആലോചിക്കല്ലേ. നമുക്ക് കുറച്ച് തൈര് തേക്കാം കേട്ടോ. ഞാൻ തൈര് എടുത്തിട്ട് വരാം ഗൈസ്. ഞാനപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് വന്നിട്ടുണ്ട്. തൈരിൻ്റെ കാര്യം ഞാൻ എല്ലാവരും ഇത് അഡ്വൈസ് ചെയ്യില്ല തൈര് തേക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ സിസ്റ്ററിന് ഓയിലി സ്കിൻ പ്ലസ് ആക്നെ പ്രോൺ സ്കിന്നാണ്. പക്ഷേ ഇത് അവൾ തേച്ച് കഴിഞ്ഞാണല്ലോ ഇരട്ടി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പണിയാണ്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ ഈ ടീ സോൺ മാത്രം ഓയിലി ആവത്തുള്ളൂ, ബാക്കി സ്ഥലങ്ങളൊന്നും വലിയ സീനില്ല. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്, കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓയിൽ ഒരുപാടില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് തൈര് തേക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര നല്ല കാര്യം. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ടാൻ റിമൂവ് ആവും, പിന്നെ സോഫ്റ്റ് ആവും, ഭയങ്കര വൈറ്റനിങ് ആവും, ഭയങ്കര ഹൈഡ്രേറ്റഡ് ആവും. പക്ഷേ ആക്നെ പ്രോണോ കുരുക്കളുള്ളവർ ഇത് യൂസ് ചെയ്യല്ലേ. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. ഈ തൈര് തേച്ചിട്ടൊരു 45 മിനിറ്റ്സ് അവിടെ ഇരിക്കും. നല്ല സുഖം ഗൈസ്. എനിക്ക് ഫാൻ ഇട്ടിട്ട് ഈ തൈര് ഇട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല തണുപ്പ് ഇങ്ങനെ മുഖത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഗൈസ് നിഗമനമല്ല, അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എണ്ണീച്ചിന്ന് തൈരൊക്കെ തേച്ച് ഇങ്ങനെ സുന്ദരിയാവാന്നൊക്കെ തീരുമാനിച്ചത്. എനിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ബെഡിൽ ഒടിഞ്ഞു കുത്തി കിടക്കത്തതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നാളെ ഞാൻ ഇനിയിപ്പം പോകാൻ പറ്റുവാണെങ്കിൽ കുറച്ച് പാക്കിംഗ് ഉണ്ട് ഗൈസ്. അങ്ങനെ 45 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകി. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ വാപ്പിച്ചിയും ഉമ്മച്ചിയും കൂടെ പോകുന്നൊരു ക്ലിപ്പ് ഇതിന് മുന്നേ കിട്ടില്ലായിരുന്നു. അത് അവർ ഒരു റിസപ്ഷന് പോകണേ കേട്ടോ ഗൈസ്. എൻ്റെ സംസാരം കാരണം ഞാനതൊക്കെ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. അവർ റിസപ്ഷന് വേണ്ടി പോകുന്നതാണ്. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ടോ പിന്നെ അവർക്കൊരു കപ്പിൾ ടൈം അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിനു വേണ്ടി പോയതാണ്. ഇനി അടുത്ത നമുക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം, ഇനി കുറച്ച് എനർജി കിട്ടും അവിടെ, അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം തുണി മടക്കുമ്പോൾ കാണും ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം തന്നെ പറയാൻ വേണ്ടി മറന്നുപോയി. എൻ്റെ ഈ മൂക്കിലെ ഈ പാട് കണ്ടോ? അപ്പോൾ ഈ പാട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓയിൻമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളടുത്ത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഓർത്ത് ഞാൻ ഒരു മാസം അത് യൂസ് ചെയ്ത് നോക്കാൻ. ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഇപ്പം തന്നെ പറഞ്ഞൂടെ, ഇപ്പത്തൂടെ പറഞ്ഞൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വരണ്ട. കാരണം നിങ്ങളാരെങ്കിലും അത് തേച്ചിട്ട് പണി കിട്ടിയിട്ട് എന്നെ പറയാനല്ലേ, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ തേച്ച് പണി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പണി മേടിച്ചാൽ മതി ഗൈസ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ആക്നെ മാർക്കുകൾ, പിന്നെ ഇതുപോലത്തെ മാർക്കുകൾ, പിന്നെ ഈ സ്റ്റിച്ചിട്ട മാർക്കുകൾ, ഇതൊക്കെ പോകുമെന്നാണ് പറയുന്നത്. നല്ല സെറ്റപ്പ് റിവ്യൂ ഒക്കെ ആമസോണിലുണ്ട്. അപ്പം ഞാനത് ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഗൈസ്. ഇപ്പം ഇതാണ് എൻ്റെ ട്രാവൽ ബാഗ്. എൻ്റെ ഭാരം മൊത്തം എൻ്റെ ഒപ്പം നിന്ന ആളാണ്. ഇതാണ് ഞാൻ എപ്പോഴും വീക്കെൻഡ്സ് പോയാലും വന്നാലും എപ്പോഴും കൊണ്ടുപോകണത്. സോ ഇനി നമുക്ക് ഡ്രസ്സുകൾ പതുക്കെ അതിനകത്തോട്ടേക്ക് എടുത്തു വെക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബാഗ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിന്നർ കുറച്ച് പൊറോട്ട, പിന്നെ അൽഫാമിൻ്റെ ഒരു ചിക്കൻ, ഇന്നലത്തെ, പിന്നെ ഉമ്മച്ചിയുടെ ചിക്കൻ കറി ഗൈസ്. നല്ല രസമല്ലേ ഇന്ന് ഫുഡ് കറി ഗൈസ്. പിന്നെ കുറച്ച് മന്തിയുടെ റൈസും കൂടെ വെക്കുന്നുണ്ട്. ഇന്ന് ബൊഫയാണ് ഗൈസ്, ബൊഫെ. നമ്മുടെ വീട്ടിൽ ലെഫ്റ്റ് ഓവർ ബൊഫയാണ് ഗൈസ്. ഐഷയ്ക്ക് ചിക്കൻ വേണ്ടാത്തതുകൊണ്ട് ഐഷയ്ക്ക് ക്യാമറ ഷേ ഗൈസ്, ക്യാമറ ഷേ. അതുകൊണ്ട് ഐഷയുടെ ഒരു പീസും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ചിക്കൻ, ഇത് പൊറോട്ട, കുറച്ച് മന്തി, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. എല്ലാം കൂടെ കഴിക്കാം. ആദ്യം നമുക്ക് കുറച്ച് മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം ഗൈസ്. ഇനി കുറച്ച് ചിക്കൻ. മുതിരിങ്ങ കൊള്ളാം, സൂപ്പർ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പൊറോട്ടയും ഉമ്മാടെ ചിക്കൻ കറിയുമായിട്ട് കഴിക്കാം. ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ കറിയും പൊറോട്ടയും. കറി എന്ത് വരാത്തത്?
നാണമാണ് ഒളിച്ചിരിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്താ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് വെക്കാണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അത് 2-3 നാളും കൂടെ എടുത്ത് വെക്കും. പിന്നെ ഫുള്ള് ഫോൺ നോക്കി കിടക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, ബൈ.